ഹലോ ഗായ്സ്, ഇന്ന് മഴ പെയ്തപ്പോഴത്തേക്കും മഴയൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു ഒരു സാധനം നമുക്ക് കണ്ടു കിട്ടുന്നത്. അത് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പം എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും അതാ കിടക്കുന്ന ഒരു സാധനം. ഇതാണ് കൂൺ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂണിനെ കാട്ടി നമ്മളെ വീട്ടിൽ പറമ്പിലൊക്കെ കിട്ടുന്ന കൂണിന് എന്താ ടേസ്റ്റ്. പക്ഷെ ആ കൂണ് നമ്മൾ നോക്കിയെടുക്കണം. വിഷക്കൂണുമുണ്ട്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കൂണുമുണ്ട്. വിഷക്കൂണെന്ന് വെച്ചാൽ കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന കൂണിൻ്റെ മുകളിൽ ചെറിയൊരു ഒരു തവിട്ട് കളർ ഉണ്ട്. അപ്പം നമുക്കതൊന്ന് പിഴുതെടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം ആ മണ്ണും അതൊക്കെ നമുക്ക് ചെത്തിക്കളയണം. എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. മണ്ണ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും മണ്ണിൻ്റെ പൊടിയും അതൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ആകെ ഇച്ചിരിയാണ് ഉള്ളത്. മണ്ണ് ഒക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് നല്ലതുപോലെ ചിരണ്ടി കളഞ്ഞിട്ട് നല്ലതുപോലെ വൃത്തിയാക്കിയിടുക. നല്ലതുപോലെ നല്ല കഴുകുകയും ചെയ്യണം. ആ മണ്ണെല്ലാം പോകണം. എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും അതിൻ്റെ മുകളിലൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ കഴുകി അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ നല്ലതുപോലെ കഴുകി കളഞ്ഞ് ആ മണ്ണൊക്കെ നല്ലതുപോലെ കുറച്ചൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കഴുകിയെല്ലാം വൃത്തിയാക്കി നമ്മൾ എടുക്കണം. എന്നാലേ നമുക്കത് കഴിക്കാനും പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ പറമ്പിലൊക്കെ കൂണ് കാണും. ഇപ്പോൾ പൊതുവേ ഇതിൻ്റെയൊക്കെ വംശനാശങ്ങൾ വന്നിട്ടുണ്ട്. ഈ അരിക്കുമ്പിളുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടം അരിക്കുമ്പിളാണ്. അരിക്കുമ്പിളാകുമ്പോഴത്തേക്കും നമുക്ക് പോകാനേ കിട്ടുകയും ചെയ്യും. പക്ഷെ വാടി വരുമ്പോൾ ഇതായാലും അരിക്കുമ്പിളായാലും വാടി വരുമ്പോൾ ഇച്ചിരിയേ കാണുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിനോട്ട് ഞാൻ 2 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വാടി വരുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. അത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നീളത്തിനാണെങ്കിൽ അരിയുക, വട്ടത്തിനാണെങ്കിൽ അരിയുക, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ കൂണിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് ഒക്കത്തില്ല. വിശക്കുമ്പോഴുണ്ട്. അതൊന്നും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കൂണൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നോക്കി വേണം കഴിക്കാൻ. ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കൂണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഒരിക്കൽ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റും ഇല്ല. നമ്മൾ ഈ കിട്ടുന്നതിൻ്റെ ഒരു 99% ടേസ്റ്റ് ഇല്ല. എനിക്കത് ഇഷ്ടമല്ല. ഒരു തവണയുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് വാങ്ങിച്ചിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഈ കൊച്ചുള്ളിയും ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് കൊടുക്കുക. എന്നാലും നമുക്കത് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിൽ വേവാനായിട്ട് വലിയ താമസമൊന്നുമില്ല. ശകലം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ പെട്ടെന്ന് വെന്തോളും. വലിയ താമസമൊന്നുമില്ല. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട്, വലിയ പാനൊന്നും വേണ്ട, ഒരു ചെറിയ പാൻ എടുത്ത് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട്, ചിലർ കടുക് വറുക്കാനുള്ള ഇതൊന്നും ഇല്ല. കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും സംഭവം റെഡിയായി. പിന്നെ അടിപൊളി ടേസ്റ്റ്. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.